നമ്മൾ എപ്പോഴും ബാക്കിയുള്ളവരുടെ ഈ സക്സസ് സ്റ്റോറീസ് മാത്രമേ നമ്മൾ കാണുള്ളൂ. നമ്മളൊരു നോർമലായിട്ട് നമ്മൾ എല്ലാവരുടെയും ഒരു ടെൻഡൻസി ഒരു നമ്മൾ പ്രൊജക്ട് ചെയ്യപ്പെടുന്ന അങ്ങനെയാണ്. നമ്മൾ സക്സസ് സ്റ്റോറീസ് വെച്ചിട്ടാണ് നമ്മളെല്ലാവരും പ്രൊജക്ട് ചെയ്യപ്പെടുക. അവർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളുടെ മറുപടി നൽകി ഒരു കൂട്ടുകാരിയെ പോലെയായിരുന്നു ഈ സെഷനിൽ ഈ പോലീസ് മേധാവി പെരുമാറിയത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികൾക്ക് പ്രചോദനവും കരിയർ മാർഗനിർദ്ദേശവും പകർന്നുകൊണ്ട് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPSന്റെ മുഖാമുഖം ശ്രദ്ധേയമായി. അങ്ങാടിപ്പുറം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വിജയവഴിയെ ചുവടുവയ്ക്കാൻ പരിപാടിയിൽ വിദ്യാർത്ഥികളുമായി അവർ അനുഭവങ്ങളും വിജയമന്ത്രങ്ങളും പങ്കുവച്ചു. വിജയം പോലെ തോൽവിയും ഉൾക്കൊള്ളാൻ പുതുതലമുറ പഠിക്കണം. പരാജയങ്ങളും ജീവിതത്തിൽ ഒരുപാട് നല്ല പാഠങ്ങൾ നൽകും. എന്റെ ജീവിതത്തിലും പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ തളർന്നു പോകാതെ മുന്നോട്ടു പോകാൻ കഴിഞ്ഞിട്ടുമുണ്ട്. തിരുത്തലുകൾ വരുത്തി ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോൾ വിജയം കൂടെ വരും. പരേപുരം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയവഴിയെ ചുവടുവയ്ക്കാമെന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ IPS. എനിക്ക് എന്റെ ജീവിതത്തിലെ എല്ലാ കാലത്തും എന്താ പറയുക, എനിക്കൊരു ഭയങ്കര സപ്പോർട്ട് തന്നിട്ടുള്ള സാധനമാണ് ഈ വായനാശീലം. ഒന്ന്, നമുക്ക് ഒരു സ്ട്രെസ് റിലീസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, നമുക്ക് പല ചാലഞ്ചസും പല വിഷമങ്ങളും നമുക്ക് ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം ആ സമയത്തൊക്കെ ശരിക്കും നമ്മൾ വായിച്ച കാര്യങ്ങൾ നമ്മളെ ഒത്തിരി നമ്മളൊരു മെന്റൽ പീസിനും നമ്മളുടെ ഒരു സ്പിരിച്വൽ പീസിന് വരെ നമ്മളെ സഹായിക്കും. അപ്പം അതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ചെറുതായിട്ട് എന്താ, നമ്മള് വലിയ സീരിയസ് ആണെന്ന് വായിച്ചു നോക്കണമെന്നല്ല, പക്ഷെ ആ ഒരു ഏത് ഭാഷയിലായാലും കുഴപ്പമില്ല, ഒരു വായനാശീലം ഉണ്ടാക്കിയെടുക്കാന്നുള്ളത്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും ബാക്കിയുള്ളവരുടെ ഈ സക്സസ് സ്റ്റോറീസ് മാത്രമേ നമ്മൾ കാണുള്ളൂ. നമ്മളൊരു നോർമലായിട്ട് നമ്മൾ എല്ലാവരുടെയും ഒരു ടെൻഡൻസി ഒരു നമ്മൾ പ്രൊജക്ട് ചെയ്യപ്പെടുന്ന അങ്ങനെയാണ്. നമ്മൾ സക്സസ് സ്റ്റോറീസ് വെച്ചിട്ടാണ് നമ്മളെല്ലാവരും പ്രൊജക്ട് ചെയ്യപ്പെടുക. പക്ഷെ ഈ എല്ലാ ആൾക്കാരുടെ ജീവിതത്തിലും ഇഷ്ടംപോലെ തോൽവികളും ഇഷ്ടംപോലെ മിസ്റ്റേക്സും ഉണ്ടെന്നുള്ളതാണ് സത്യം. 5ാം ക്ലാസ് മുതൽ ഞാൻ വായനശീലമാക്കി. വായന ജീവിതത്തിലെ വേദനസംഹാരിയായി മാറി. ഏതു പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള മൂലധനമാണ് വായനയെന്നും പത്രവായനയും പുസ്തക വായനയും ജീവിതത്തിന്റെ വഴികാട്ടിയാണെന്നും അവർ വ്യക്തമാക്കി. കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി സർവീസിലെ അനുഭവങ്ങളും ചൈത്ര തെരേസ ജോൺ പങ്കുവച്ചു. വിദ്യാരംഗം, കലാസാഹിത്യവേദിയും വിവിധ സ്കൂൾ ക്ലബ്ബുകളും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. നമ്മുടെ കുട്ടികൾക്ക് പുതിയ അനുഭവങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഒരു വിദ്യാലയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മമായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഇന്ന് നമ്മുടെ കുട്ടികളുടെ കൂടെ ഒരു 1.5 മണിക്കൂറോളം ചെലവഴിച്ചവർ അവരുടെ ജീവിതാനുഭവങ്ങൾ, പുതിയ തലമുറ അറിയേണ്ട കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അവർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളുടെ മറുപടി നൽകി ഒരു കൂട്ടുകാരിയെ പോലെയായിരുന്നു ഈ സെഷനിൽ ഈ പോലീസ് മേധാവി പെരുമാറിയത്. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത്, പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്ത് ജീവിതം എന്താണെന്നും ജീവിതത്തിലെ വലിയ സ്വപ്നങ്ങൾ കാണാനും ആ സ്വപ്നങ്ങളുടെ വഴിയെ കൂടെ ഈ കൂട്ടുകാരെ കൊണ്ടുപോകാനും ഒക്കെ ഈ സെഷൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു മഹത്വമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇന്ന് വളരെ നല്ലൊരു അനുഭവമാണ് ഞങ്ങൾക്ക് സാറ് സമ്മാനിച്ചത്. കാരണം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു അനുഭവം. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുമായുള്ള ഒരു സംവാദം മികച്ചൊരു നല്ലൊരു അനുഭവമാണ് ഞങ്ങൾക്ക് ഇന്നുണ്ടായത്. നിരവധി ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റി. മാഡത്തിന്റെ ജീവിതത്തിൽ നിന്ന് കുറെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു. എങ്ങനെയാണ് ഒരു IPS IAS എന്നുള്ള നിലയിൽ എത്തേണ്ടതെന്നുള്ള ആ ഒരു പാഠങ്ങൾ മാം പറഞ്ഞു തന്നു. ചൈത്ര തെരേസ ജോൺ IPS എന്ന ഞങ്ങൾക്ക് സാറ് തന്ന ഭയങ്കര നല്ലൊരു സമ്മാനമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം നല്ല വായനയുടെ പ്രാധാന്യം, ലഹരിക്കെതിരെ ഉള്ളതൊക്കെ ഞങ്ങൾക്ക് നല്ല ബോധവൽക്കരണം എല്ലാം നന്നായിട്ട് കിട്ടി. സ്കൂൾ മാനേജർ ഫാദർ ജോർജ് കളപ്പുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് സാജു ജോർജ്, പ്രിൻസിപ്പൽ PT സുമ, പ്രധാനാധ്യാപിക J. ലിറ്റി തെരേസ്, വിദ്യാരംഗം കോർഡിനേറ്റർ മനോജ് വീട്ടുവേലിക്കുന്നേൽ, S. ശ്രീകാർത്തിക തുടങ്ങിയവർ സംബന്ധിച്ചു. മിത ട്രീസ, K. ചൈത്ര പ്രഭാത് കുമാർ, T. നിത ഫാത്തിമ, A. അനുഷ്യ, അൽവിന സിറിൽ, KB ഇഷ ഫാത്തിമ തുടങ്ങിയവർ മുഖാമുഖത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു. അധ്യാപകരായ നിതാര ജോസ്, ശ്രീജ ജോസഫ്, ബിനു മാത്യു, മനോജ് K. പോൾ, സേവിയർ M, ആഷിർ പോൾ, നോബിൾ ബിജു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ചാനൽ 10 പെരിന്തൽമണ്ണ.
നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് IT മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ETC ഇലക്ട്രോ ടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം. സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതകളോടെ. ടെക്നോളജി ഓഫ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് കൂളിംഗ് സിസ്റ്റം, സ്മാർട്ട് ഫോൺ ടെക്നോളജി, ഇലക്ട്രിക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ്, ഇൻവെർട്ടർ, AC ആൻഡ് റെഫ്രിജറേഷൻ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, CCTV ടെക്നീഷ്യൻ, ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസിംഗ്, കമ്പ്യൂട്ടർ അക്കൗണ്ടിംഗ് കോഴ്സുകൾ, PSC അംഗീകൃത സോഫ്റ്റ്വെയർ കോഴ്സുകളും.